നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ലേബർ കോഡുകൾ ഉൾപ്പെടെയുള്ള കേന്ദ്ര നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് കാസർഗോഡ് ജില്ലയിൽ പൂർണ്ണം. സ്വകാര്യ ബസ്സുകളും KSRTC ബസ്സുകളും ഓട്ടോ ടാക്സികളും നിരത്തിലിറങ്ങിയില്ല. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. സർക്കാർ സ്വകാര്യ ഓഫീസുകളുടെ പ്രവർത്തനത്തെയും സമരം ബാധിച്ചു. മഞ്ചേശ്വരം തുമിനാട് മകളെയും ബന്ധുവിനെയും വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ പോലീസ് തെളിവെടുപ്പ് നടത്തി. പ്രതി ഉമ്മർ ഫറൂഖിനെ കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. വളാൽ പഞ്ചായത്തിലെ കൊന്നക്കാട് കമ്മാടി വനത്തിൽ വൻ തീപിടുത്തം. വനത്തിൽ നിന്നും തീ ജനവാസ മേഖലയിലേക്ക് പടരാതിരിക്കാൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി. കാസർഗോഡ് ജില്ലാ ശരീര സൗന്ദര്യ മത്സരം മിസ്റ്റർ ആൻഡ് മിസ് കാസർഗോഡ് തെരഞ്ഞെടുപ്പ് ഫെബ്രുവരി 16 കാലിക്കടവിൽ നടക്കും. ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തുന്ന 300-ൽ പരം കായിക താരങ്ങൾ പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കാഞ്ഞങ്ങാട് നഗരസഭ പാലിയേറ്റീവ് വോളണ്ടിയർ ത്രിദിന പരിശീലന പരിപാടിക്ക് തുടക്കം. സാർവത്രിക പരിചരണം അയൽപക്ക കൂട്ടായ്മകളിലൂടെ എന്ന സന്ദേശവുമായാണ് പരിശീലന പരിപാടി നടത്തുന്നത്. സ്വന്തം എഴുത്തുകൾ കൈമാറാനെത്തി നാടിന് അക്ഷര വെളിച്ചമായി ശാലിനി ടീച്ചർ. നടുവട്ടം വയൽ അഖിൽ രാജ് സ്മാരക ഗ്രന്ഥാലയത്തിന് 200-ലധികം പുസ്തകവും അലമാരയും നൽകി. മടിക്കിയുടെ കാർഷിക സമൃദ്ധിക്ക് കാവലാളായി ചേരിക്കൽ ചാമുണ്ടിയമ്മ ദേവസ്ഥാനത്ത് പേത്താളം തെയ്യം ഉറഞ്ഞാടി. ഭക്തർക്ക് അനുഗ്രഹം നൽകി. വാർത്തകൾ വിശദമായി. ലേബർ കോഡുകൾ ഉൾപ്പെടെയുള്ള കേന്ദ്ര നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് കാസർഗോഡ് ജില്ലയിൽ പൂർണ്ണം. സ്വകാര്യ ബസ്സുകളും KSRTC ബസ്സുകളും ഓട്ടോ ടാക്സികളും നിരത്തിലിറങ്ങിയില്ല. കടകമ്പോളങ്ങളും അടഞ്ഞുകിടന്നു. സർക്കാർ സ്വകാര്യ ഓഫീസുകളുടെ പ്രവർത്തനത്തെയും സമരം ബാധിച്ചു. പണിമുടക്ക് സമരത്തെ തുടർന്ന് ഒരു ഹർത്താലിന്റെ പ്രതീതിയാണ് കാസർഗോട്ടുണ്ടായത്. ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി കാസർഗോഡ് നഗരത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ നയം തിരുത്തുക, ലേബർ കോഡുകൾ പിൻവലിക്കുക, വിലക്കയറ്റം തടയുക, തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബുധനാഴ്ച രാത്രി 12 മണി മുതലാണ് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ 24 മണിക്കൂർ ദേശീയ പണിമുടക്ക് സമരം തുടങ്ങിയത്. കാസർഗോഡ് ജില്ലയിലെ പ്രധാന ടൗണുകളിലെല്ലാം പണിമുടക്ക് സമരം പൂർണ്ണമായിരുന്നു. കാസർഗോഡ് നഗരത്തിൽ സ്വകാര്യ ബസ്സുകളും KSRTC ബസ്സുകളും ഓട്ടോ ടാക്സികളും നിരത്തിലിറങ്ങിയില്ല. കടകമ്പോളങ്ങളെല്ലാം അടഞ്ഞുകിടക്കുകയാണ്. കാസർഗോട്ടെ സർക്കാർ സ്വകാര്യ ഓഫീസുകളുടെ പ്രവർത്തനത്തെയും സമരം ബാധിച്ചു. വിദ്യാലയങ്ങൾ പ്രവർത്തിച്ചുവെങ്കിലും ഹാജർ നില കുറവായിരുന്നു. വാഹനങ്ങൾ ലഭിക്കാത്തതിനെ തുടർന്ന് നഗരത്തിലെത്തിയ അത്യാവശ്യ യാത്രക്കാർ നന്നേ പ്രയാസപ്പെട്ടു. പണിമുടക്ക് സമരത്തെ തുടർന്ന് ഒരു ഹർത്താലിന്റെ പ്രതീതിയാണ് കാസർഗോട്ടുണ്ടായത്. പണിമുടക്ക് സമരത്തിന്റെ ഭാഗമായി സംയുക്ത ട്രേഡ് യൂണിയൻ കാസർഗോഡ് നഗരത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. CITU, AITUC, NLU സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന സമരത്തിൽ നിരവധി പേർ അണിനിരന്നു. പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച പ്രകടനം പഴയ ബസ് സ്റ്റാൻഡ് വഴി നഗരം ചുറ്റി പുതിയ ബസ് സ്റ്റാൻഡിൽ തന്നെ സമാപിച്ചു.
പൊതുയോഗം CPIM ജില്ലാ സെക്രട്ടറി M. രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. വർഷങ്ങളായി ദശാബ്ദങ്ങളായി ഇവിടെ ഇന്ത്യൻ തൊഴിലാളി നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളിൽ, സമരങ്ങളിൽ, പ്രക്ഷോഭങ്ങളിലൂടെ നേടിയെടുത്തിട്ടുള്ള അവകാശങ്ങളിൽ ഒന്നാണ് ഇന്ത്യൻ തൊഴിലാളിയെ സംരക്ഷിക്കുന്നതിനും അവന്റെ തൊഴിലവകാശം സംരക്ഷിക്കുന്നതിനും അവന്റെ ദൈനംദിന ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും സഹായകരമായിട്ടുള്ള ഒരു നിയമ പരിരക്ഷ, അതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഇന്ത്യ രാജ്യത്ത് ഉണ്ടാകണമെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് 29ഓളം തൊഴിൽ നിയമങ്ങൾ ഇന്ത്യയിൽ ആവിഷ്കരിച്ചത്. വർഷങ്ങളായി അത് പാലിക്കപ്പെട്ടു പോകുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിൽ വന്ന ഭരണമാറ്റത്തെ തുടർന്ന് അവരുടെ ഇംഗിതങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ നീങ്ങാതെ വന്നപ്പോൾ അവരുടെ മുതലാളിമാർ, അവരുടെ കുത്തക മുതലാളിമാർ, ബഹുരാഷ്ട്ര കുത്തകളെല്ലാം അവരുടെ ഇംഗിതാനുസരണം കാര്യങ്ങൾ നടപ്പിലാക്കാതെ വന്നപ്പോൾ ഇന്ത്യൻ ഭരണവർഗമായിട്ടുള്ള വലതുപക്ഷം പിന്തിരിപ്പൻ പാർട്ടിയായിട്ടുള്ള BJPയും അവരുടെ വർഗനയത്തിന്റെ ഫലമായി തന്നെ അവരുമായി സന്ധി ചെയ്യാനും ആലോചിക്കാനും കഴിയുന്ന എല്ലാ ഭൂപ്രഭുഭൂർഷ വർഗ സംവിധാനങ്ങളെയെല്ലാം ഒന്നിച്ചു നിർത്തിക്കൊണ്ടുള്ള തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഓരോ നിയമങ്ങളും ഇന്ത്യൻ പാർലമെന്റിൽ പാസാക്കിയെടുക്കുന്നത്. AITUC ജില്ലാ ജനറൽ സെക്രട്ടറി T. കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. CITU സംസ്ഥാന സെക്രട്ടറി TK രാജൻ, KSTA സംസ്ഥാന സെക്രട്ടറി A. രാഘവൻ മാസ്റ്റർ, T. പ്രകാശൻ മാസ്റ്റർ, ജോയിന്റ് കൗൺസിൽ ജില്ലാ കമ്മിറ്റി അംഗം സുജിത്ത്, AITUC ജില്ലാ സെക്രട്ടറി ബിജു ഉണ്ണിത്താൻ, കർഷക സംഘം ഏരിയ സെക്രട്ടറി A. രവീന്ദ്രൻ, മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി ശാന്തകുമാരി, DYFI ജില്ലാ കമ്മിറ്റി അംഗം ജ്യോതി, പത്രപ്രവർത്തക യൂണിയൻ പ്രതിനിധി AV പത്മേഷ്, K. രവീന്ദ്രൻ, ഗിരികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. CITU ജില്ലാ ജനറൽ സെക്രട്ടറി P. മണിമോഹനൻ സ്വാഗതം പറഞ്ഞു. M. രാജഗോപാലൻ MLA, TK രാജൻ, T. കൃഷ്ണൻ, P. മണിമോഹനൻ, ബിജു ഉണ്ണിത്താൻ, K. രാഘവൻ മാസ്റ്റർ, T. പ്രകാശൻ മാസ്റ്റർ, ഗിരികൃഷ്ണൻ, മോഹൻകുമാർ പാടി, P. ജാനകി, PV കുഞ്ഞമ്പു, A. രവീന്ദ്രൻ, സുജിത്ത് PU, മാമു ഷമീർ, C. ശാന്തകുമാരി, ജ്യോതി S, AV പത്മേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ചെർക്കളയിൽ അബ്ദുൾ റഹ്മാൻ ധന്യവാദ്, A. നാരായണൻ, KV ബലരാജൻ, സുഭാഷ് പാടി, P. ശിവപ്രസാദ്, വരദരാജ് എന്നിവർ നേതൃത്വം നൽകി. എടനീരിൽ KN പ്രഭാകരൻ, PM രവീന്ദ്രൻ, O. സന്തോഷ്, KK രാജൻ മാസ്റ്റർ, K. ഹരീശൻ, K. സുകുമാരൻ എന്നിവർ നേതൃത്വം നൽകി. ഉളിയത്തടുക്കയിൽ TM നന്ദനൻ, PC ജയചന്ദ്രൻ, ഭുജംഗ ഷെട്ടി, B. മോഹനൻ, KV രമേശൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൊഴിലാളി സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ദേശീയ പണിമുടക്ക് ജില്ലയിൽ പൂർണ്ണം. പണിമുടക്കിന്റെ ഭാഗമായി സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് നഗരത്തിൽ പ്രകടനം നടന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൊഴിലാളികളുടെ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ദേശീയ പണിമുടക്ക് ജില്ലയിൽ പൂർണ്ണം. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. ചില സ്വകാര്യ വാഹനങ്ങൾ ഒഴിച്ചാൽ മറ്റു വാഹനങ്ങളൊന്നും നിരത്തിലിറങ്ങിയില്ല. പണിമുടക്കിന്റെ ഭാഗമായി സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രകടനം കോട്ടച്ചേരി കുന്നുമ്മൽ നിന്നും ആരംഭിച്ച് പുതിയ കോട്ട ചുറ്റി പഴയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ഉദ്ഘാടനം ചെയ്തു. സംരക്ഷിക്കുന്ന ഭരണകൂടത്തിന്റെ നയത്തിനെതിരെ 991 മുതൽ കഴിഞ്ഞ 35 വർഷക്കാലത്തിനിടയിൽ നടക്കുന്ന 24ാമത് ദേശീയ പണിമുടക്കമാണ് ഇന്ന് നടക്കുന്നത്. 991 മുതൽ ഈ രാജ്യത്ത് നടപ്പിലാക്കിയ പുതിയ സാമ്പത്തിക നയം രാജ്യത്തെ സമ്പന്നനെ കൂടുതൽ സമ്പന്നനാക്കുന്നതും രാജ്യത്തെ തൊഴിലാളികളെയും സാധാരണക്കാരനെയും കൂടുതൽ പ്രയാസത്തിലേക്ക് തള്ളിവിടുന്നതുമായ നയമാണ് സ്വീകരിക്കുന്നത്. ആ നയത്തിന്റെ അടിസ്ഥാനത്തിലാണ് സമ്പന്നന്റെ ലാഭം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടി തൊഴിലാളി ദ്രോഹ നടപടികൾ സ്വീകരിക്കുകയായിരുന്നു കേന്ദ്ര ഭരണകൂടം. അതിന്റെ അടിസ്ഥാനത്തിലാണ് രാജ്യത്ത് ബ്രിട്ടീഷുകാരൻ ഭരിക്കുമ്പോൾ ഉൾപ്പെടെ കൊണ്ടുവന്ന ഒരുപാട് തൊഴിലാളിക്ക് അല്പമെങ്കിലും ആശ്വാസം നൽകുന്ന നിയമങ്ങൾ 1926 രാജ്യത്ത് തൊഴിലാളിക്ക് സംഘടിക്കാനും കൂട്ടായി വിലപേശാനും അധികാരം നൽകുന്ന, അവകാശം നൽകുന്ന ട്രേഡ് യൂണിയൻ ആക്ട് നിലവിൽ വന്നത്. 1926 ബ്രിട്ടീഷുകാരൻ ആ നിയമം കൊണ്ടുവന്നുവെങ്കിൽ രാജ്യം സ്വാതന്ത്ര്യം നേടി 77 വർഷം കഴിയുമ്പോൾ രാജ്യം ഭരിക്കുന്ന ഭരണകൂടം ആ അവകാശങ്ങൾ പോലും നിഷേധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. 100 വർഷം പിന്നിടുമ്പോൾ ആ നിയമം സ്വതന്ത്ര ഇന്ത്യയിൽ അധികാരത്തിലിരിക്കുന്ന ഭരണകൂടം ഇല്ലാതാക്കുന്നു എന്നതാണ് വസ്തുത. രാജ്യത്തെ 29 തൊഴിൽ നിയമങ്ങൾ, തൊഴിലാളിക്ക് അല്പം ആശ്വാസം നൽകുന്ന തൊഴിൽ നിയമങ്ങളെല്ലാം മുതലാളിക്ക് അനുകൂലമാക്കി മാറ്റി 4 ലേബർ കോഡുകളാക്കി മാറ്റി. PP രാജു അധ്യക്ഷത വഹിച്ചു.
CITU ഏരിയ സെക്രട്ടറി KV രാഘവൻ സ്വാഗതം പറഞ്ഞു. VV പ്രസന്നകുമാരി, കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ, അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ, അഡ്വക്കേറ്റ് K രാജ്മോഹൻ, അഡ്വക്കേറ്റ് KV രാമചന്ദ്രൻ HMS, KT കുഞ്ഞു മുഹമ്മദ്, വിശ്വനാഥൻ KV, ഹരിദാസ് മാസ്റ്റർ, കാറ്റാടി കുമാരൻ, A മാധവൻ, MR ദിനേശൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ലേബർ കോഡുകൾ ഉൾപ്പെടെയുള്ള കേന്ദ്ര നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത പണിമുടക്കിന്റെ ഭാഗമായി UDTF-ന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് നഗരത്തിൽ പ്രകടനം നടത്തി. കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച പ്രകടനം എയർലൈൻസ് റോഡ് വഴി നഗരം ചുറ്റി ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് സമാപിച്ചു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ ദേശവ്യാപകമായി നടത്തിയ പണിമുടക്കിന്റെ ഭാഗമായി UDTF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും സംഗമവും നടത്തി. കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച പ്രകടനം എയർലൈൻസ് റോഡ് വഴി നഗരം ചുറ്റി ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് സമാപിച്ചു. ലേബർ കോഡുകൾ വേണ്ടേ വേണ്ട, ലേബർ കോഡുകൾ വേണ്ടേ വേണ്ട, ലേബർ കോഡുകൾ വേണ്ടേ വേണ്ട, തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ ലേബർ കോഡുകൾ വേണ്ടേ വേണ്ട, ലേബർ കോഡുകൾ വേണ്ടേ വേണ്ട, തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ തുടർന്ന് നടന്ന പ്രതിഷേധ സംഗമം STU സംസ്ഥാന ജനറൽ സെക്രട്ടറി KP മുഹമ്മദ് അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി പതിറ്റാണ്ടുകളായി പോരാട്ടം നടത്തിയതിന്റെ ഫലമായി ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കാലത്ത് ഇവിടെ കൊണ്ടുവന്ന തൊഴിൽ നിയമങ്ങളൊക്കെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാറ്റി എഴുതി 29 തൊഴിൽ നിയമങ്ങൾ 4 ലേബർ കോഡുകളായി കൊണ്ടുവരികയും നടപ്പിലാക്കുകയും ചെയ്തിരിക്കുന്നു. ഈ ലേബർ കോഡുകളൊക്കെ നടപ്പിലാക്കിയത് പാർലമെന്റിൽ വിശദമായ ചർച്ച നടത്തിയിട്ടൊന്നുമല്ല. ഒരു കോഡ് നടപ്പിലാക്കിയത് പുലർച്ചെ 1:15 മണിക്കാണ്, മറ്റൊരു കോഡ് നടപ്പിലാക്കിയത് പുലർച്ചെ 3:30 മണിക്കാണ്. ഇന്ത്യൻ പാർലമെന്റില് പുലർച്ചെ 3:30 മണിക്കും 1:15 മണിക്കുമൊക്കെയാണ് ഈ കോഡുകൾ പാസാക്കിയെടുക്കുന്നത്. ഒരു ചർച്ച പോലും നടത്താതെയാണ് പാസാക്കിയെടുക്കുന്നത്. ഈ കോഡുകള് 4 കോഡുകളാക്കി എണ്ണം ചുരുക്കിയതിലല്ല ഞങ്ങൾക്ക് പ്രതിഷേധം. ഈ കോഡുകൾ നടപ്പിലാക്കുന്നതുകൂടി ഇന്ത്യ രാജ്യത്തെ തൊഴിലാളികളെ ബാധിക്കുന്ന ഒരുപാട് നിയമങ്ങൾ, അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാൻ വേണ്ടി എഴുതി ചേർത്തിട്ടുള്ള ഒരുപാട് നിയമങ്ങൾ ഇല്ലാതാവുകയാണ്. INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് TV കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു. UDTF ജില്ലാ ചെയർമാൻ ഷെരീഫ് കൊടവഞ്ചി സ്വാഗതം പറഞ്ഞു. ട്രേഡ് യൂണിയൻ നേതാക്കളായ TV ഉമേഷ്, A അഹമ്മദ് ഹാജി, അഷ്റഫ് ഫെടനീർ, B ഫാത്തിമ ഇബ്രാഹിം, മുത്തലീബ് പാറക്കട്ട, PIA ലത്തീഫ്, മൊയ്തീൻ കൊല്ലമ്പാടി, സുബൈർ മാര, ഷുക്കൂർ ചെർക്കളം, KT അബ്ദുറഹ്മാൻ, അർജുനൻ തായലങ്ങാടി, BC കുമാരൻ, K സുരേഷ് കുമാർ, സിജി ടോണി, ഉമേശൻ അണങ്കൂർ, സത്യൻ C ഉപ്പള എന്നിവർ സംസാരിച്ചു. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന തൊഴിലാളികളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന തൊഴിൽ കോഡ് നിയമങ്ങൾ പിൻവലിക്കുക, ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയെ സംരക്ഷിക്കുക, കർഷക വിരുദ്ധമായ വിത്ത് ബിൽ പിൻവലിക്കുക, വൈദ്യുതി ബിൽ പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സംയുക്ത ട്രേഡ് യൂണിയൻ ദേശീയ പണിമുടക്കിന് ആഹ്വാനം ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൊഴിലാളികളുടെ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ദേശീയ പണിമുടക്ക് വിവിധ നഗരങ്ങളെ കാര്യമായി ബാധിച്ചു. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. തൊഴിലാളി വിരുദ്ധമായ 4 ലേബർ കോഡുകൾ പിൻവലിക്കണമെന്നും കോർപ്പറേറ്റ് വൽക്കരണം അവസാനിപ്പിക്കണമെന്നും പൊതുമേഖലയെ സംരക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് തൊഴിലാളികളുടെ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ നീളുന്ന ദേശീയ പണിമുടക്ക് തൃക്കരിപ്പൂർ, കാലിക്കടവ്, ചെറുവത്തൂർ തുടങ്ങിയ ടൗണുകളിൽ ഏതാണ്ട് പൂർണ്ണമാണ്. പണിമുടക്കിയ പ്രവർത്തകർ വിവിധ കേന്ദ്രങ്ങളിൽ പ്രകടനവും പൊതുയോഗങ്ങളും നടത്തി. തൃക്കരിപ്പൂർ ടൗണിൽ നടന്ന പൊതുയോഗം RJD സംസ്ഥാന സെക്രട്ടറി TV ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അവകാശങ്ങളും നിഷേധിച്ചുകൊണ്ടുള്ള ഒരു നിയമ നടപടിയാണ്
ഇക്കഴിഞ്ഞ പാർലമെൻറ്റിൽ പാസ്സാക്കിയിരിക്കുന്നു. മാത്രമല്ല പൗരബോധം നശിപ്പിക്കുന്ന രീതിയിലുള്ള ചില പ്രവർത്തനങ്ങളാണ് മോദി സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക. ഇപ്പം നിങ്ങൾക്കറിയാം പാർലമെൻറ്റിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ. ആർക്കും ഒന്നും പറയാൻ അവിടെ അവകാശമില്ല. പ്രതിപക്ഷങ്ങൾ വെറുതെ നോക്കുകുത്തികളായി അവിടെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആരെയും സംസാരിക്കാൻ പറ്റുന്നില്ല, ചർച്ചകൾ ബില്ലുകളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ മുമ്പൊക്കെ ചരിത്ര പുസ്തകങ്ങളിലേക്ക് വായിച്ചിട്ടുണ്ടാവും. ഹിറ്റ്ലറുടെ ഭരണകാലത്തും മറ്റ് ഏകാധിപതികളുടെ ഭരണകാലത്തും പ്രതിപക്ഷങ്ങളെ നാവടിപ്പിക്കുന്ന ഒരു സംഗതിയാണുള്ളത്. എം ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. CITU കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ VPP മുസ്തഫ, സെക്രട്ടറിമാരായ KV ജനാർദ്ദനൻ, സെക്രട്ടറി PA റഹ്മാൻ, HMS ജില്ലാ സെക്രട്ടറി VV വിജയൻ, CITU തൃക്കരിപ്പൂർ പഞ്ചായത്ത് സെക്രട്ടറി K കനേഷ്, K ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പ്രകടനത്തിന് M രാമചന്ദ്രൻ, TP ഉഷ, KV ശശി, TV കുഞ്ഞികൃഷ്ണൻ, TV ഉമേശൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. പനത്തടി പഞ്ചായത്ത് സെക്രട്ടറിയെ ഹർത്താൽ അനുകൂലികൾ പഞ്ചായത്തിന് മുന്നിൽ തടഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചതിനെ തുടർന്ന് സബ് ഇൻസ്പെക്ടർ ലതീഷും സംഘവും സ്ഥലത്തെത്തി സെക്രട്ടറിയെ പഞ്ചായത്ത് ഓഫീസിൽ കയറ്റി. പനത്തടി പഞ്ചായത്ത് സെക്രട്ടറിയെ ഹർത്താൽ അനുകൂലികൾ പഞ്ചായത്തിന് മുന്നിൽ തടഞ്ഞുവച്ചു. സെക്രട്ടറി രാജപുരം പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചതിനെ തുടർന്ന് ഇൻസ്പെക്ടർ ലതീഷും സംഘവും സ്ഥലത്തെത്തി സെക്രട്ടറിയെ പഞ്ചായത്ത് ഓഫീസിൽ കയറ്റി അദ്ദേഹം ജോലി തുടർന്നു. വൈകുന്നേരം 5 മണിവരെ രാജപുരം പോലീസിന്റെ സുരക്ഷയിൽ പഞ്ചായത്ത് തുറന്നു പ്രവർത്തിച്ചു. ന്യൂസ് ബ്യൂറോ രാജപുരം. മഞ്ചേശ്വരം തുമിനാട് മകളെയും ബന്ധുവിനെയും വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ പോലീസ് തെളിവെടുപ്പ് നടത്തി. പ്രതി ഉമ്മർ ഫറൂഖിനെ കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് കൃത്യം നടത്തിയതിന്റെ പുനരാവിഷ്കാരവും നടത്തി. 2-ാം തീയതിയാണ് 18 വയസ്സ് മാത്രം പ്രായമുള്ള ഏകമകൾ മറിയം ജുമൈലയെയും ബന്ധു ഷെയ്ഖുഞ്ഞിയെയും ഉമ്മർ ഫറൂഖ് വെട്ടിക്കൊലപ്പെടുത്തിയത്. മഞ്ചേശ്വരം തുമ്മിനാട് ഹിൽ ടോപ്പ് നഗറിൽ മകളെയും ബന്ധുവിനെയും വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് തെളിവെടുപ്പ് നടത്തി. പ്രതി ഉമ്മർ ഫറൂഖിനെ കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ചാണ് തെളിവെടുപ്പ് പൂർത്തിയാക്കിയത്. അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് കൃത്യം നടത്തിയതിന്റെ പുനരാവിഷ്കാരവും നടത്തി. ഈ മാസം 2-ാം തീയതിയാണ് 18 വയസ്സ് മാത്രം പ്രായമുള്ള ഏകമകൾ മറിയം ജുമൈലയെയും ബന്ധു ഷെയ്ഖുഞ്ഞിയെയും ഉമ്മർ ഫറൂഖ് വെട്ടിക്കൊലപ്പെടുത്തിയത്. ഉമ്മർ ഫറൂഖും ഭാര്യ താഹിറയും തമ്മിലുള്ള കുടുംബ പ്രശ്നം ചർച്ച ചെയ്യുന്നതിനിടയിലുണ്ടായ വാക്കുതർക്കമാണ് 2 കൊലപാതകങ്ങളിൽ കലാശിച്ചത്. ഷെയ്ഖുഞ്ഞിയുടെ വീട്ടിൽ വച്ചായിരുന്നു കൊലപാതകം. ഷെയ്ഖുഞ്ഞിയെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ പുതിയ കത്തി വാങ്ങിയാണ് പ്രതി എത്തിയതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. തെളിവെടുപ്പിനിടെ പ്രതിക്കെതിരെ കുടുംബത്തിന്റെയും നാട്ടുകാരുടെയും രോഷപ്രകടനവുമുണ്ടായി. പ്രതിയെ 5 ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. ലഹരിക്കടിമയായ ഉമ്മർ ഫറൂഖ് മകളെയും ഭാര്യയെയും സ്ഥിരമായി ഉപദ്രവിക്കാറുണ്ടായിരുന്നു. ഉപ്പള ജിടെക്കിലെ +2 വിദ്യാർത്ഥിനിയായിരുന്നു മരണപ്പെട്ട മറിയം ജുമൈല. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. ബളാൽ പഞ്ചായത്തിലെ കൊന്നക്കാട് കമ്മാടി വനത്തിൽ വൻ തീപിടുത്തം. വനത്തിൽ നിന്നും തീ ജനവാസ മേഖലയിലേക്ക് പടരാതിരിക്കാൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി. ബളാൽ പഞ്ചായത്തിലെ കൊന്നക്കാട് കമ്മാടി വനത്തിൽ വൻ തീപിടുത്തം. ബുധനാഴ്ച രാത്രി 10 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. വനത്തിൽ നിന്നും തീ ജനവാസ മേഖലയിലേക്ക് പടരാതിരിക്കാൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി. കാഞ്ഞങ്ങാട് നിന്നും കുറ്റിക്കോലിൽ നിന്നും 2 യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി. എന്നാൽ മലമടയ്ക്ക് പ്രദേശമായതിനാൽ വെള്ളമൊഴിച്ച് തീയണയ്ക്കാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു നിലവിലുണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ ബളാൽ. കാഞ്ഞങ്ങാട് നഗരസഭ പാലിയേറ്റീവ് വോളണ്ടിയർ ത്രിദിന പരിശീലന പരിപാടിക്ക് തുടക്കമായി. സാർവത്രിക പരിചരണം അയൽപ്പക്ക കൂട്ടായ്മകളിലൂടെ എന്ന സന്ദേശവുമായാണ് പരിശീലന പരിപാടി നടത്തുന്നത്. കാഞ്ഞങ്ങാട് നഗരസഭ, കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി എന്നിവർ ചേർന്ന് 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടത്തുന്ന പാലിയേറ്റീവ് വോളണ്ടിയർമാർക്കുള്ള ത്രിദിന വോളണ്ടിയർ പരിശീലന പരിപാടിക്ക് തുടക്കമായി. സാർവത്രിക പരിചരണം അയൽപ്പക്ക കൂട്ടായ്മകളിലൂടെ എന്ന സന്ദേശവുമായാണ് പരിശീലന പരിപാടി നടത്തുന്നത്. സാമൂഹിക സന്നദ്ധ സേവന രജിസ്ട്രേഷൻ, ഹോം കെയർ, രോഗി ബന്ധു സംഗമം തുടങ്ങിയ നിരവധി സേവന പരിചരണ പരിശീലനമാണ് ത്രിദിന വോളണ്ടിയർ പരിശീലന ക്യാമ്പിൽ നടക്കുന്നത്.
നഗരസഭയിലെ 43 വാർഡുകളിലെയും തെരഞ്ഞെടുത്ത അംഗങ്ങൾ പങ്കെടുത്ത അലാമിപ്പള്ളി മുനിസിപ്പൽ കോംപ്ലക്സിൽ നടന്ന പരിശീലന ക്യാമ്പ് നഗരസഭാ ചെയർമാൻ വി രമേശൻ ഉദ്ഘാടനം ചെയ്തു. ഇത് നമ്മുടെ മനസ്സ് അതിൽ ഭാഗമാണ്. മനസ്സ് ശരീരം ഭാഗപ്പെട്ടു. ഞാൻ പരീക്ഷ പ്രവർത്തനാണ്. പക്ഷെ ഒരു രോഗി അവിടെ ആകെ മുഷിഞ്ഞിരിക്കുകയാണ്. ആകെ അടുത്ത് കിടപ്പിൽ തന്നെയാണ്. എല്ലാം കാര്യം നിർവഹിക്കുന്നത്. മലമൂത്ര വിസർജനം എല്ലാം കിടക്കുന്ന കിടപ്പിൽ തന്നെയാണ്. ഞാൻ പരീക്ഷ പ്രവർത്തകനാണ്. ഞാൻ എന്ത് പരീക്ഷ പ്രവർത്തകൻ? ആ രോഗിയെ കുളിപ്പിച്ച് നല്ല വൃത്തിയാക്കി ആ കിടത്തി നല്ല സന്തോഷത്തോടുകൂടി അരമണിക്കൂർ ഇരുന്ന് വർത്താനം പറഞ്ഞ് പോകാൻ സമയമുള്ള ആളാണോ? അവർക്കേ പരീക്ഷ പ്രവർത്തനം. മനസ്സിലായോ? അല്ലെങ്കിൽ അത് കാണുമ്പോൾ അറപ്പും ഇത് കാണുമ്പോൾ അറപ്പും. എനിക്കിപ്പോ പോകാൻ സമയമില്ല. അങ്ങനത്തെ ഇതാവാൻ പറ്റില്ല. ഇന്ന് ക്ലാസ് പാലിയേറ്റീവ് ആദ്യ അവസാനം പങ്കെടുക്കുമോ? കുറേ പറഞ്ഞല്ലോ. അദ്ദേഹത്തിന്റെ ക്ലാസ് കേട്ടപ്പോ എനിക്ക് കുറെ കാര്യം അറിഞ്ഞു. അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ക്ലാസ്. അറിയാത്തത് പഠിക്കാനാണ്. അതാണ്. അതുകൊണ്ട് രണ്ടാം പാഠം വന്ന ആളെ കണക്ക് പോകില്ല. ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ മുഹമ്മദ് മുറിയനാവി അധ്യക്ഷത വഹിച്ചു. ജില്ലാ ആശുപത്രി സൂപ്രണ്ട് MV ജീജ, പാലിയേറ്റീവ് ജില്ലാ കോർഡിനേറ്റർ ഷിജി ശേഖർ എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ കൈകാര്യം ചെയ്തു. ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ഫൗസിയ ഷെരീഫ്, ജില്ലാ ആശുപത്രി ജീവനക്കാരായ HIP മുരളീധരൻ, അശ്വതി S നായർ, PK രാജി, MK ബിന്ദു എന്നിവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭ പാലിയേറ്റീവ് നഴ്സ് ദീപ്തി സുനിൽകുമാർ സ്വാഗതം പറഞ്ഞു. കൌൺസിലർമാർ, ആശാവർക്കർമാർ, പൊതുപ്രവർത്തകർ, നഗരസഭാ ജീവനക്കാർ തുടങ്ങി നിരവധി ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മടിക്കയുടെ കാർഷിക സമൃദ്ധിക്ക് കാവലാളായി ചേരിക്കൽ ചാമുണ്ടിയമ്മ ദേവസ്ഥാനത്ത് പേത്താളം തെയ്യം ഉറഞ്ഞാടി ഭക്തർക്ക് അനുഗ്രഹം നൽകി. ജില്ലയിലെ കാർഷിക സമൃദ്ധിയുടെ കലവറയായ മടിക്കൈ ഗ്രാമത്തിലെ കാർഷിക മേഖലയുടെ കാവലാളായി കുണ്ടൻ വയൽ കളത്തിങ്കൽ ചേരിക്കൽ ചാമുണ്ടിയമ്മ ദേവസ്ഥാനത്ത് ഉത്തര കേരളത്തിൽ അപൂർവമായി കെട്ടിയാടുന്ന പേത്താളം തെയ്യം ഭക്തർക്ക് അനുഗ്രഹം നൽകി. 2 ദിവസങ്ങളിലായി നടന്ന കളിയാട്ടത്തിൽ രാവിലെ ചേരുക്കൽ ചാമുണ്ടിയമ്മയും ഉച്ചയ്ക്ക് പേത്താളം തെയ്യവും വൈകിട്ട് കല്ലിച്ചന തെയ്യവുമാണ് ചെണ്ടമേളത്തിന്റെയും ചിലമ്പൊലിനാദത്തിന്റെയും ഭക്തി ആർപ്പുവിളികളുടെയും അകമ്പടിയിൽ ഭക്തർക്ക് അനുഗ്രഹം നൽകാനെത്തിയത്. അന്നദാനവും അനുബന്ധ ചടങ്ങുകളും ഉത്സവത്തിന്റെ ഭാഗമായി നടന്നു. നിരവധി ഭക്തജനങ്ങളാണ് ഉത്സവം ദർശിക്കാനായി എത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് നഗരസഭ PMAY ലൈഫ് ഭവന പദ്ധതി ഗുണഭോക്തൃ സംഗമം സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് AC കണ്ണൻ നായർ പാർക്കിൽ നടന്ന സംഗമം നഗരസഭാ ചെയർമാൻ വി രമേശൻ ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാർ PMAY ലൈഫ് മിഷൻ സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയിൽ വീട് നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്ന കാഞ്ഞങ്ങാട് നഗരസഭാ പരിധിയിലെ ഗുണഭോക്താക്കളുടെ സംഗമം നടന്നു. ഭവന നിർമ്മാണ തടസ്സങ്ങൾ നീക്കി നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിനും വേണ്ടിയാണ് സംഗമം നടത്തിയത്. 110 ഉപഭോക്താക്കൾ പങ്കെടുത്ത് കാഞ്ഞങ്ങാട് AC കണ്ണൻ നായർ പാർക്കിൽ നടന്ന സംഗമം നഗരസഭാ ചെയർമാൻ വി രമേശൻ ഉദ്ഘാടനം ചെയ്തു. സമ്പൂർണ്ണ ഭവന പദ്ധതിയാണ്. സമ്പൂർണ്ണ ഭവന പദ്ധതി മനസ്സിലായോ? കുറച്ചും കൂടി പച്ച മലയാളത്തിൽ പറഞ്ഞാൽ എല്ലാവർക്കും വീട്, എല്ലാവർക്കും വീട് എന്നതാണ് സർക്കാരിന്റെ നയം. ആഗ്രഹിക്കുന്ന എല്ലാവർക്കും കിട്ടില്ല, ആഗ്രഹിക്കുന്ന എല്ലാവർക്കും കിട്ടില്ല കേട്ടോ. അർഹിക്കുന്ന എല്ലാവർക്കും കിട്ടും. മനസ്സിലായി? രണ്ടും മനസ്സിലായോ? അർഹിക്കുന്ന എല്ലാവർക്കും കിട്ടും. സർക്കാർ ഇത് നയം തീരുമാനിച്ചപ്പോൾ സർക്കാർ ഇങ്ങനെ എല്ലാവർക്കും ആഗ്രഹിക്കുന്നല്ല അർഹിക്കുന്ന എല്ലാവർക്കും കേരളത്തിനകത്ത് വീട് കൊടുക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ ഇത് കൊടുക്കൽ ആരെയല്ല, ഇത് കൊടുക്കല് നഗരസഭ പഞ്ചായത്താണ്. നഗരസഭയും പഞ്ചായത്തും എന്ന് പറഞ്ഞാൽ എന്താ അറിയാം? പ്രാദേശിക സർക്കാരാണ്. സർക്കാരാണ്, പ്രാദേശിക സർക്കാരാണ്. അപ്പൊ അവിടുന്ന് ഗവൺമെന്റ് തീരുമാനിച്ചു, മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു, സമ്പൂർണ്ണ ഭവന പദ്ധതി കേരളത്തിനകത്ത് നടപ്പിലാക്കണം, എല്ലാവർക്കും വീട് കൊടുക്കണം.
കൊടുക്കുന്നതാരാ? നഗരസഭ. അപ്പൊ 2015 തീരുമാനിച്ച 15 നഗരസഭ അധികാരത്തിൽ വന്നു, 16 സർക്കാർ അധികാരത്തിൽ വന്നു. ഇങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോൾ കാഞ്ഞങ്ങാട് നഗരസഭ എടുത്ത തീരുമാനം അറിയാം. വൈസ് ചെയർപേഴ്സൺ ലതാ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷൻ മഹ്മൂദ് മുറിയനാവി, കൗൺസിലർമാരായ കെ രുക്മിണി, സന്തോഷ് കുശാൽ നഗർ, VM അജിത, MV ഗായത്രി, AM സജിത, മൊയ്തു പുഞ്ചാവി, ആസൂത്രണ സമിതി അംഗം KK ബാബു, നഗരസഭാ സെക്രട്ടറി MK ഷിബു എന്നിവർ സംസാരിച്ചു. കുടുംബശ്രീ മെമ്പർ സെക്രട്ടറി NV ദിവാകരൻ സ്വാഗതം പറഞ്ഞു. PMAY ലൈഫ് SDS വിപിൻ മാത്യു നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ജില്ലയിൽ ഒഴിവുള്ള പ്രിൻസിപ്പൽ തസ്തികയിൽ ഉടൻ നിയമനം നടത്തണമെന്ന കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ ഫോറം വാർഷിക ജനറൽ ബോഡി യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. വാർഷിക ജനറൽ ബോഡി യോഗവും പ്രിൻസിപ്പൽമാർക്കുള്ള യാത്രയയപ്പ് സമ്മേളനവും നടന്നു. ജില്ലയിൽ ഒഴിവുള്ള പ്രിൻസിപ്പൽ തസ്തികയിൽ ഉടൻ നിയമനം നടത്തണമെന്ന് കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ ഫോറം വാർഷിക ജനറൽ ബോഡി യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. വാർഷിക ജനറൽ ബോഡി യോഗവും പ്രിൻസിപ്പൽമാർക്കുള്ള യാത്രയയപ്പ് സമ്മേളനവും കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. ഇത് ശ്രദ്ധിക്കേണ്ടവരാണ് പ്രിൻസിപ്പൽമാർ. എന്താ സ്ഥിതി? നമുക്ക് എല്ലാവർക്കും ചേർന്ന് കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്നൊരു ചൊല്ലുണ്ട്. അധികാരികളുടെ മുമ്പിൽ നമുക്ക് ഈ കാര്യങ്ങൾ അവരുടെ മുമ്പിൽ എത്തിക്കാനും ഇത് നേടിയെടുക്കാനും ഒന്നിച്ചു നിൽക്കാൻ കഴിയും. ഏതാണ്ട് 35 പ്രിൻസിപ്പൽമാർ ഇല്ലാത്ത കസേര ഒഴിഞ്ഞടക്കാം. 35 സ്ഥാപനങ്ങളിൽ പ്രിൻസിപ്പൽമാരില്ല. നാഥനില്ല കളിയെന്ന് പറയും. അതെ, നാഥനില്ലാത്തൊരവസ്ഥയാണ്. ആ അവസ്ഥ മാറ്റാൻ ഈ ഉള്ളവനും നല്ല ശ്രമം നടത്താം സർക്കാരിൽ എന്നാണ് എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ. അഥവാ ഉള്ളെടുത്ത സ്ഥിതി എന്താ? ഞാനിപ്പോ ചെയർമാനാണ്. അജണ്ട തയ്യാറാക്കാൻ പ്ലാൻ പറഞ്ഞിട്ടുണ്ട്. പ്രിൻസിപ്പൽ ഫോറം പ്രസിഡന്റ് ഡോക്ടർ AV സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. RDD AK വിനോദ് കുമാർ മുഖ്യാതിഥിയായി. മലപ്പുറം RDD ബിയാട്രീസ് A മരിയ, ജില്ലാ കോർഡിനേറ്റർ CV അരവിന്ദാക്ഷൻ, ഡോക്ടർ N വേണുനാഥൻ, ഡോക്ടർ T ഗീത, AV സുധ, N അബ്ദുൽ ലത്തീഫ്, K ദിവാകരൻ എന്നിവർ സംസാരിച്ചു. വിരമിക്കുന്ന ഹയർ സെക്കൻഡറി പരീക്ഷാ വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ KH സാജൻ, കോഴിക്കോട് RDD R രാജേഷ് കുമാർ, അസിസ്റ്റന്റ് കോർഡിനേറ്റർ P മോഹനൻ തുടങ്ങി 18 പ്രിൻസിപ്പൽമാർക്ക് യാത്രയയപ്പ് നൽകി. പ്രിൻസിപ്പൽ ഫോറം സെക്രട്ടറി KN രമേശ് സ്വാഗതവും ട്രഷറർ PV ലീന നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലേബർ കോഡുകൾ ഉൾപ്പെടെയുള്ള കേന്ദ്ര നയങ്ങൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് കാസർഗോഡ് ജില്ലയിൽ പൂർണ്ണം. സ്വകാര്യ ബസ്സുകളും KSRTC ബസ്സുകളും ഓട്ടോ ടാക്സികളും നിരത്തിലിറങ്ങിയില്ല. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. സർക്കാർ സ്വകാര്യ ഓഫീസുകളുടെ പ്രവർത്തനത്തെയും സമരം ബാധിച്ചു. മഞ്ചേശ്വരം തുമിനാട് മകളെയും ബന്ധുവിനെയും വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ പോലീസ് തെളിവെടുപ്പ് നടത്തി. പ്രതി ഉമ്മർ ഫറൂഖിനെ കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്. വളാൽ പഞ്ചായത്തിലെ കൊന്നക്കാട് കമ്മാടി വനത്തിൽ വൻ തീപിടുത്തം. വനത്തിൽ നിന്നും തീ ജനവാസ മേഖലയിലേക്ക് പടരാതിരിക്കാൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി. കാസർഗോഡ് ജില്ലാ ശരീര സൗന്ദര്യ മത്സരം മിസ്റ്റർ ആൻഡ് മിസ് കാസർഗോഡ് തെരഞ്ഞെടുപ്പ് ഫെബ്രുവരി 16 കാലിക്കടവിൽ നടക്കും. ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തുന്ന 300-ൽ പരം കായിക താരങ്ങൾ പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കാഞ്ഞങ്ങാട് നഗരസഭ പാലിയേറ്റീവ് വോളണ്ടിയർ ത്രിദിന പരിശീലന പരിപാടിക്ക് തുടക്കം. സാർവത്രിക പരിചരണം അയൽപ്പക്ക കൂട്ടായ്മകളിലൂടെ എന്ന സന്ദേശവുമായാണ് പരിശീലന പരിപാടി നടത്തുന്നത്. സ്വന്തം എഴുത്തുകൾ കൈമാറാനെത്തി നാടിന് അക്ഷര വെളിച്ചമായി ശാലിനി ടീച്ചർ. നടുവട്ടം വയൽ അഖിൽ രാജ് സ്മാരക ഗ്രന്ഥാലയത്തിന് 200-ലധികം പുസ്തകവും അലമാരയും നൽകി. മടിക്കയുടെ കാർഷിക സമൃദ്ധിക്ക് കാവലാളായി ചേരിക്കൽ ചാമുണ്ടിയമ്മ ദേവസ്ഥാനത്ത് പേത്താളം തെയ്യം ഉറഞ്ഞാടി. ഭക്തർക്ക് അനുഗ്രഹം നൽകി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു.
നമസ്കാരം.